ഗൈസ്, ഗെയിം പ്ലേ മോൺസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഒരു മാനേജർ റിവ്യൂ ആണ്. ഈ മാനേജറിന് 2 AMF ആണ് വന്നത്, 2 AMF വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മാനേജർ സ്കില്ലെന്ന് പറയുകയാണെങ്കിൽ 880 ആണ് വന്നത്, 880. ഈ മാനേജറിൻ്റെ പൊസിഷൻ എന്ന് പറയുകയാണെങ്കിൽ 3-2 ആണ്. അപ്പോൾ ഇനി അത് വെച്ച് നമുക്കൊരു സ്ക്വാഡ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഞാൻ സെൻറ്റർ ഫോർവേഡിൽ ഞാൻ എംബാപ്പേനെയാണ് വെക്കുന്നത്, ഫീച്ചേർഡ് എംബാപ്പേനെയാണ് വെക്കുന്നത്. ഇനി സെക്കൻഡ് സ്ട്രൈക്കർ ഇട്ട് വരുമ്പോൾ ഞാൻ മറഡോണേനെയാണ് വെക്കുന്നത്. 92 ആണ് റേറ്റിംഗ്, കുഴപ്പമില്ല. ഇതെല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടിയൊരു ഇത് തന്നെയാണ്. പിന്നെ അടുത്ത AMF ഇട്ട് വരുവാണെങ്കിൽ ഞാൻ റൊണാൾഡോനെയാണ് വെക്കുന്നത്. മറഡോണ സെക്കൻഡ് സ്ട്രൈക്കറാണ്, സോറി AMF അല്ല. ലെഫ്റ്റ് വിങ് ഫോർവേഡ് റൊണാൾഡോ ഞാൻ AMFൽ വെക്കുകയാണ്. പിന്നെ അടുത്ത AMF ഇട്ട് വരുവാണെങ്കിൽ ഞാൻ റൊണാൾഡിനെയാണ് വെക്കുന്നത്. DMF ഞാൻ വെക്കണത് വില്യം കാർവാൽഹോ. ഇനി നമുക്ക് ഈ സെൻറ്റർ ബാക്ക് വരുന്നത് 3 സെൻറ്റർ ബാക്ക്സ് മാത്രമേ വന്നുള്ളൂ. ഇത് ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും ഒന്നുമില്ല. ഫസ്റ്റ് സെൻറ്റർ ബാക്ക് എന്ന് പറയുന്നത് ഇവാൻ മാർക്കാനോ, പിന്നെ സെർജിയോ റാമോസ്, പിന്നെ ഫീച്ചേർഡ് ലിൻഡൽ ഓഹോ, ലിൻഡൽ ഓഫോ. ഇനി ഞാൻ ഗോൾ കീപ്പറിന് ഒക്കെയാണെങ്കിൽ ഒലിവർ ഗാൻ. പിന്നെ നിങ്ങൾ ക്യാമ്പയിൻ മാച്ച് കളിക്കുമ്പോൾ ഒരിക്കലും ഒലിവർ ഗാനെ വെക്കരുത് എന്നല്ല, നിങ്ങളുടെ സ്ക്വാഡിൽ ഏറ്റവും ഹൈറ്റുള്ള നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള ഗോൾ കീപ്പറിനാണ് വയ്ക്കാൻ. ക്യാമ്പയിൻ മാച്ചല്ല, ഇങ്ങനത്തെ മാച്ചൊക്കെ ആണെങ്കിലും നിങ്ങൾ നല്ല ഹൈറ്റുള്ള ഗോൾ കീപ്പറിനെ വെക്കാൻ നോക്കണം. നിങ്ങളുടെ സ്ക്വാഡിലിപ്പോൾ ഒലിവർ ഗാനാണ് ഹൈറ്റുള്ളതെങ്കിൽ ഒലിവർ ഗാനെ വയ്ക്കാം. എൻ്റെ ക്വാർട്ടേഴ്സിന് ഇഞ്ചുറിയാണ്. പിന്നെ ഞാൻ സ്ക്വാഡ് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. കീൻ എന്നാണ് സ്ക്വാഡിൻ്റെ പേര്. സ്ട്രിപ്പ് സെറ്റിങ്ങിലേക്ക് പോകണമെങ്കിൽ നല്ലൊരു ജേഴ്സി തന്നെ ഇതിൽ വന്നിട്ടുണ്ട്, നല്ലൊരു ജേഴ്സി തന്നെയാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഗാസ്പെറിനിയനെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.